ആനന്ദിൻ്റെ നോവലുകൾ എടുത്തു കഴിഞ്ഞാൽ അസ്വസ്ഥമാക്കുന്ന ആലോചനയിലേക്ക് നമ്മൾ നയിക്കുകയാണ്. നമുക്കൊരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വസ്ഥമാകുന്ന എവിടെയെന്ന് വെച്ചാൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ പറ്റും, ഒരു നിലപാടെടുക്കാൻ പറ്റുന്നു, ഇതാണ് ശരിയെന്ന് തീരുമാനിക്കാൻ പറ്റുന്നു, ഇങ്ങനെയാണ് എനിക്ക് സമാധാനം തീരുമാനിക്കാൻ പറ്റുന്നു. ഒരു വലിയ കലകളെല്ലാം പക്ഷേ ഇതിനെ ഓപ്പോസിറ്റാണ്. ഇത്തരം സ്വസ്ഥത ഇല്ലാതാക്കികളെ ഈ ശരീരത്തിൻ്റെ അനുഭവങ്ങളെ റീഗെയിൻ ചെയ്യാനും മെമ്മറിയെ റീഗെയിൻ ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കാൻ ആർട്ടിന് പറ്റുന്നുണ്ട്. അഖിൽ പി ധർമ്മജൻ എഴുതുമ്പോഴും അതൊരു പുതിയ ജനറേഷൻ്റെ കാര്യം എഴുതുന്നത്. ഇപ്പം നിന്ന വിജയ് എഴുതുന്ന സമയത്തും അതിൻ്റെ പൊളിറ്റിക്സ് വലിയ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു പൊളിറ്റിക്സൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനെ അവർ തൊടാൻ നോക്കുന്നുണ്ട്. നമ്മൾ പറയും അന്നത്തെ കാലമായിരുന്നു വലിയ നല്ല കാലം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലം എന്താണ് വളരെ കൃത്യമായി ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത ദാരിദ്ര്യവും ചൂഷണവും ഒക്കെ നിലനിന്ന ഒരു കാലത്ത് ഒരു കാര്യമാണത്. പിന്നെ ഈ പറയുന്ന കവികൾ എഴുതുന്ന ചക്കയെ പറ്റിയല്ല, അത് നമ്മൾ ആ പോയിന്റ് ശ്രദ്ധിക്കണം. ഈ മാവ് എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടുമുറ്റത്ത് മാവ് ഉണ്ടാകുന്നത് ആരുടെ വീട്ടുമുറ്റത്തായിരുന്നു? ഇങ്ങനത്തെ നമ്മുടെ ചരിത്രം നോക്കുമ്പം ഈ ചക്കയാണ് പല ആളുകളുടെയും, ചക്കയും കപ്പയാണ് പല ആളുടെയും വിഷപ്പ് മാറ്റിയിട്ടുള്ളത്, മാങ്ങയില്ല. എന്തുകൊണ്ടാണ് താങ്കൾ എഴുതുന്നത്, അല്ലെങ്കിൽ എപ്പോൾ മുതലാണ് എഴുതി തുടങ്ങിയത് എന്ന ചോദ്യം ഇപ്പോഴും ഒരു എഴുത്തുകാരൻ നേരിടുന്നതാണ്. ഇതേ ചോദ്യം കൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കവിത നമ്മുടെ ഒരു വലിയൊരു പീരീഡ് ഉണ്ടല്ലോ. നമ്മുടെ വായനയൊക്കെ ആളുകളുടെ വളരെ പ്രബലമായി നടക്കുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ എഡ്യൂക്കേഷൻ്റെ പീരീഡിലാണ്, സ്കൂൾ എഡ്യൂക്കേഷൻ്റെ പീരീഡിലാണ്. 10ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് ലൈബ്രറിയിൽ ആരും അറിയാതെ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നു. അവിടെ നിന്ന് ചില പുസ്തകങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പാഠപുസ്തകത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വായിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഈ കാമുവിൻ്റെ അന്യൻ എന്ന് പറയുന്ന ഔട്ട്സൈഡർ എന്ന് പറഞ്ഞ നോവലിൻ്റെ പരിഭാഷയാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ തുടക്കം എനിക്ക് ഷോക്കിങ് മാത്രമല്ല, പൊതുവേ നമ്മുടെ ഒരു സദാചാരത്തിൻ്റെ ചട്ടക്കൂടിൽ തോന്നാത്തൊരു കാര്യമാണ്. ഒരാളുടെ അമ്മ മരിച്ചു, അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇത് എനിക്ക് ഭയങ്കര രീതി തന്നെയാണ് ഹുക്ക് ചെയ്തു. ഇതിന് പിന്നാലെ ഞാൻ കുറേ അത്തരം നോവലുകളൊക്കെ വായിക്കുന്നു. പെട്രോ പരോമോ പോലെ നോവലുകൾ, മാർക്കേസിൻ്റെ നോവലുകൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എടുത്ത് വായിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ക്രിസ്പിൻ ജോസഫിൻ്റെ ഒരു ലാർവ എന്ന് പറയുന്ന ചെറിയൊരു പുസ്തകമുണ്ട്. ഇങ്ങനത്തെ ചില പുസ്തകങ്ങൾ, നെരൂദയുടെ കവിതകൾ, സച്ചിദാനന്ദൻ പരിഭാഷ ചെയ്ത കവിതകൾ. അപ്പോൾ ഇത് രണ്ടിടത്ത് വായിക്കുമ്പം എനിക്ക് ആദ്യം കിട്ടുന്ന ഒരു ഫീലിംഗ്, അപ്പം നമ്മളതുവരെ സ്കൂളിൽ പരിചയപ്പെടുന്ന ഒരു കവിത ഇങ്ങനെയല്ല. കാരണം അതും നോവലും തമ്മിലുള്ള വ്യത്യാസം എനിക്കിപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് പഠിച്ച അപ്പോൾ ആശാൻ്റെ ഒരു കവിത പഠിക്കുന്നു, അതിലൊരു സന്ദർഭം ഉണ്ടാവും, കഥാസന്ദർഭം ഉണ്ടാവും. ആ കഥയെയാണ് നമ്മൾ പിന്നീടെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി കഥാപാത്രത്തെ പറ്റി കഥയിലാണ് അതിൻ്റെ പഠിക്കുന്നതിൻ്റെ രീതി പോലും കഥയിലാണ് വരുന്നത്. ഈവൻ അവരതിൻ്റെ പ്രാസഭംഗി, അറ്റഭംഗി പരിശോധിക്കുക എന്നെല്ലാം പറയുമെങ്കിൽ പോലും അതിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് കഥയായിരുന്നു. പക്ഷേ ഇതിന്ന് മാറിയ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്യുന്നത് നെരൂദയുടെ കവിതകളിൽ ചില വസ്തുക്കളെ പറ്റിയുള്ള ചില കവിതകളുണ്ട്. അതുപോലെ ക്രിസ്പിൻ ജോസഫിൻ്റെയൊക്കെ ചെറിയ ചെറിയ ചില കവിതകളും. അപ്പോൾ ഈ കവിത വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, ഇങ്ങനെയാണെങ്കിൽ എനിക്കും കവിത എഴുതാമല്ലോ എന്നുള്ളതാണ്. ശരിക്കും അതൊരു ശരിയായ തോന്നലല്ല, പക്ഷേ അത് നമുക്ക് തരുന്നൊരു ധൈര്യമുണ്ട്. എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എനിക്കും ചെയ്യാമെന്ന് മറ്റൊരു തോന്നൽ വന്നിട്ടാണ് ശരിക്കും ഞാൻ കവിത എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലെ ബ്ലോഗുകൾ വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയി നിൽക്കുകയും മാതൃഭൂമി അടക്കമുള്ള വാരികകളിൽ ബ്ലോഗന എന്ന് പറയുന്നൊരു സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ചില കവിതകൾ വരുന്നു. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമ്പം ഞാൻ ആ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയിരിക്കുമായിരുന്നു. അവിടുത്തെ ആൾക്ക് വീട്ടിൽ പോയി നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആ കഫേ ഞാൻ നോക്കി നടത്തും. അപ്പം ഞാൻ ആദ്യം ചുമ്മാ നമ്മൾ കാശൊക്കെ കൊടുത്ത് ഗെയിം കളിക്കാൻ പോകുമല്ലോ, അങ്ങനെ പോയി തുടങ്ങിയതാണ്. ഇത് കുറച്ചധികം സമയം കിട്ടുമ്പോൾ ഞാൻ ഈ ബ്ലോഗുകളൊക്കെ വായിക്കാൻ തുടങ്ങി. സ്വന്തമായിട്ടൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ എഴുതേണ്ട ഒരു ടെൻഡൻസി വന്നു. പരിഭാഷയിലുള്ള കവിതകളൊക്കെ ലൈബ്രറിയിൽ പോയി എടുത്തിട്ട് വായിക്കാൻ തുടങ്ങി. വായിച്ച് തുടങ്ങുമ്പോൾ വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മൾ മലയാളമാണ് പഠിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചത് മലയാളമാണ്, മൊത്തത്തിൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ഭാഷകളിലെ പരിഭാഷ അല്ലാതെ വായിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞേ പറ്റുള്ളൂ. വേറെ ഭാഷ അറിഞ്ഞാലും ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷ് അറിഞ്ഞ ഒരുവിധം മിക്ക കവികളെയും വായിക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ലിറ്ററേച്ചറിൽ ഫിക്ഷൻ വായിക്കുന്ന പോലെയല്ല പോയട്രി റീഡ് ചെയ്യുന്നുള്ളത്. പോയട്രി റീഡ് ചെയ്യുമ്പം ഫിക്ഷൻ വായിക്കുന്ന പലരോടും ചോദിച്ചാൽ മനസ്സിലാവും, പോയട്രി അത്ര എളുപ്പമായിട്ട് അവർക്ക് വഴങ്ങാറില്ല ഇംഗ്ലീഷിലായാൽ പോലും, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുമെങ്കിൽ പോലും. പക്ഷേ എനിക്ക് ഇത് ഒരു ഘട്ടത്തിൽ നമ്മൾ കവിത വായിച്ച് ശീലം വന്നതുകൊണ്ട്, പരിഭാഷ വായിച്ച ശീലം വന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു കവിതയുടെ ലാംഗ്വേജ് പിടി കിട്ടുന്നുണ്ട്.
പക്ഷെ ആകെയുള്ള പ്രശ്നം ഈ ഭാഷ തമ്മിലുള്ള നമ്മുടെ ഭാഷയല്ല എന്നുള്ളൊരു പ്രശ്നം. അപ്പം അങ്ങനെയാണ് ഞാൻ ശരിക്കും പരിഭാഷയിലേക്ക് വരുന്നത്. അതായത് നമുക്കൊരു കവിത ആസ്വദിക്കണമെങ്കിൽ അതെനിക്ക് എൻ്റെ ഭാഷയിലാക്കിയേ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥ വരും. നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്ന ഒരു അർത്ഥം മനസ്സിലാക്കാം, ഇതിനകത്ത് എന്താണ് കവിതയാക്കുന്ന ഒരു ഏകദേശ ധാരണ കിട്ടും. പക്ഷെ അതിനെ പൂർണ്ണമായി പിടിച്ചെടുക്കണമെങ്കിൽ എനിക്ക് മലയാളത്തിലാക്കിയേ പറ്റുള്ളൂ എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും ഞാൻ പരിഭാഷ ചെയ്തു തുടങ്ങുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് പരിഭാഷയിലേക്ക് കടക്കുന്നത്. അതുവരെ ഇങ്ങനെ വന്നു. ആ പരിഭാഷയിലേക്ക് കടക്കുമ്പോഴാണ് ഒരുതരം കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നതും, അതായത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ലാംഗ്വേജും കൂടി ഇതിൻ്റെ പാരലായിട്ട്. അപ്പം ഞാൻ അതുവരെ ശീലിച്ചൊരു ലാംഗ്വേജിലേക്ക് പല കവികളെയും പരിഭാഷ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം ഞാൻ കരുതി ആ ഒരു ലാംഗ്വേജിൽ തന്നെ എനിക്ക് എഴുത്തും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവേ ഞാൻ അതിന് പരിഭാഷ ചെയ്തപ്പോൾ പരിഭാഷ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് പലരും പറഞ്ഞത് ഞാൻ എന്താ പറയുക പരിഭാഷയുടെ ലാംഗ്വേജിലാണ് എഴുതുന്നത് എന്നുള്ളതാണ് പലരും പറയാറുള്ളത്. പക്ഷെ അതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി ശീലിച്ചൊരു ഭാഷയിലേക്ക് എനിക്ക് ഇവരെ എടുക്കാൻ പറ്റും, പരിഭാഷ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ അത്. അല്ലാതെ നേരെ തിരിച്ചല്ല നടന്നിരിക്കുന്നത്. ആർക്കും ഒരു പ്രയോജനം ഇല്ലാത്തൊരു പണിയാണ് സാഹിത്യം എഴുത്ത് എന്നത് മാർക്കേസ് എവിടെയോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഉണ്ടോ? യഥാർത്ഥത്തിൽ സാഹിത്യം കൊണ്ടെന്നാണ് പ്രയോജനം? ഞാനിതിനെ കാണുന്നത്, ഞാൻ പോയട്രിയുടെ ബേസിൽ തന്നെ പറയാം. അപ്പം ഞാൻ എന്തിന് പോയട്രി വായിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കഴിഞ്ഞൊരു 3-4 വർഷത്തെ എൻ്റെ ഒരു കൺസെപ്റ്റും അങ്ങനെ തന്നെയാണ്. പോയട്രി വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിനെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കാണാൻ പറ്റും. ഒന്നാമത്തെ എനിക്ക് കിട്ടാറുള്ള ഒരു അനുഭവം അതാണ്. ഇപ്പോൾ നമ്മളൊരു ദിവസവും കണ്ട് പഴകിയ ഒരു കാഴ്ചയെ ഒരു കവി ഒരു വേറിട്ട രീതിയിൽ ഒരു കവിതയിൽ ആവിഷ്കരിച്ച് നമ്മൾ വായിക്കുമ്പോൾ അടുത്ത ദിവസം നമ്മൾ കാണുമ്പം ഈ കവിയെ ഓർക്കും, ആ കവിതയെ ഓർക്കും. അവിടെ നമുക്ക് കിട്ടുന്നൊരു ഫ്രഷായ ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കവിതയെ പറ്റി എനിക്ക് പേഴ്സണലി വളരെ സന്തോഷം തന്ന അഭിപ്രായം ഇതാണ്. എന്നോട് ഒരു ദിവസം അവർ ഓസ്ട്രേലിയയിലാണ്, അവരെനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും എല്ലാ വീക്കെൻഡിലും അവർ ബീച്ചിൽ പോയിരിക്കും. അപ്പോൾ ബീച്ചിൽ പോയിരിക്കുന്ന സമയത്ത് എൻ്റെ പുസ്തകം വായിച്ചതിന് ശേഷം അവർക്ക് വെയിൽ അഴിമുഖം എന്ന് 2 കവിതകളുണ്ട്. ഈ 2 കവിതകളാണ് അവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്നത്. അത് കാരണം അത് അവരുടെ ഒരു റൂട്ടീൻ്റെ ഭാഗമായിട്ട് ഒരു വിരസമായി മാറിയ ഒരു അനുഭവമായിരുന്നു. ഭയങ്കര റീഫ്രഷ് ആയി അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കവിതയുടെ ഒരു വലിയ ശേഷിയാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെ ജീവിക്കാൻ സഹായിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. നമ്മുടെ വിരസമായ ഒരു ലൈഫിൽ നമുക്ക് പരിചിതമായ ഒരു കാര്യത്തെ വേറിട്ട രീതിയിൽ കാണാനും സമീപിക്കാനും നമ്മളെ പ്രാപ്തനാക്കിയിട്ട് ജീവിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു, നമ്മുടെ ഒരു പുതിയ ജനറേഷനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയട്രി നമ്മുടെ ഇമാജിനേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, മെമ്മറിയെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ വരുമ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂസേജ് കാരണം ഈ ഡോപ്പമിൻ്റെ അമിതമായി ഇങ്ങനെ ഉൽപ്പാദിച്ച് നമുക്ക് ഇത്തരം പ്ലഷറൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല. ഈ ടൂൾസ് എല്ലാം വരുന്നു, നമുക്ക് ബ്രെയിൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു മെഷീനാണോ അല്ലേ എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മൾ മെഷീനായി മാറുമോ? അപ്പോൾ ഈ മെഷീൻ അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് മെർലോ പോണ്ടിയൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ഈ ശരീരത്തിൻ്റെ അനുഭവങ്ങളെ റീഗെയിൻ ചെയ്യാനും മെമ്മറിയെ റീഗെയിൻ ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കാൻ ആർട്ടിന് പറ്റുന്നുണ്ട്. അപ്പോൾ ആർട്ട് നമ്മളെ ഇമാജിനേഷൻ ഉണർത്തുന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രെയിൻ അവിടെ ഒരു എക്സസൈസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ ഇവിടെ ഇത്ര ജിംനേഷ്യം ഇത്ര ഫെമിലിയർ അല്ല, ഇവിടെ ഇല്ല. കാരണം നമ്മൾ ആ കാലത്ത് കൂടുതലാളും കായികമായ ജോലികൾ ചെയ്തിട്ടുണ്ട്, അവർക്ക് അത്ര ആവശ്യങ്ങളില്ല. പിന്നീട് കായികമായ ജോലികൾ ചെയ്യാൻ മെഷീൻസ് കൂടുതലായി വരുന്നു. അത്തരം ജോലികൾ ഇല്ലാതാവുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വെൽനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ വരുന്നത്. ഇപ്പം നമ്മുടെ അവസ്ഥ പറയുന്നത് നമ്മൾക്ക് ബ്രെയിൻ അധികം യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ക്രിയേറ്റീവായിട്ടോ നമ്മുടെ ഇൻ്റലിജൻസിനെ വേറെ ഏതെങ്കിലും രീതിയിലോ യൂസ് ചെയ്യേണ്ടത് ആവശ്യം വരാത്തതുകൊണ്ട് ബ്രെയിനിന് ഈ ഒരു അവസ്ഥ വരുന്നുണ്ട്, അത് ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു എക്സസൈസ് എന്ന രീതിയിൽ, ബ്രെയിനിൻ്റെ ഒരു എക്സസൈസ് എന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് പോയട്രി എന്ന് പറയുന്നത്. അത് ഫിക്ഷനും പറ്റും. ഫിക്ഷൻ നമ്മുടെ മെമ്മറിയെ പല രീതിയിൽ നമ്മൾ ഒരു വലിയ ഫിക്ഷൻ വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മെമ്മറിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോസസ്സാണ്. പോയട്രി പോലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ പ്രോസസ്സിലും ഇമാജിനേഷൻ, എല്ലാ കാര്യത്തിലും ഇമാജിനേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് ഈ ആർട്ടിനെ കാണുന്നത് മനുഷ്യനെ മനുഷ്യനായി നിലനിർത്താനും ജീവിക്കാനും ഇനി വരുന്ന കാലത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടായിട്ട്
ലിറ്ററേച്ചർ മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം അത് സിനിമയ്ക്ക് പോലും ആ കപ്പാസിറ്റി ഒരു പരിധിക്ക് അപ്പുറമില്ല. കാരണം ഇതിനകത്തൊരു വിഷ്വൽ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇമാജിനേഷൻ അവിടെ ലിമിറ്റഡായി മാറും. ഈ പറയുന്ന അധ്വാനിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ബ്രെയിൻ കൊണ്ട് അധ്വാനിക്കുന്ന ആളുകൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വർക്ക് ചെയ്യും. ഭാവിയുടെ സാധ്യതയാണ് കവിത എന്ന് പറയുന്നതിന് യാഥാർത്ഥ്യമുണ്ടോ? ഇത് യാഥാർത്ഥ്യമൊന്നുമല്ല, ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ഇങ്ങനെയൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ ആളുകൾക്ക് യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആളുകളുടെ ചോയ്സാണ്. കാരണം ആളുകൾ ഒരു തരത്തിലും അവരുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ മെനക്കെടുന്ന മനുഷ്യരല്ല. അവർക്ക് വേണ്ടത് സ്വസ്ഥതയാണ്. ശരിക്കും പറഞ്ഞാൽ ആർട്ട് പൊതുവേ കൊടുക്കുന്നത് സ്വസ്ഥതയുടെ കൂടെ കോപീഷണം പറഞ്ഞ പോലെ ആ ചേർക്കലാണ് ആ പരിപാടി. അസ്വസ്ഥമാക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയ ആർട്ടിൻ്റെ എല്ലാം. ഇപ്പോൾ കുരിശിയുടെ നോവലുകൾ എടുത്താൽ, നമ്മുടെ ആനന്ദിൻ്റെ നോവലുകൾ എടുത്തു കഴിഞ്ഞാൽ അസ്വസ്ഥമാക്കുന്ന ആലോചനയിലേക്ക് നമ്മൾ നയിക്കുകയാണ്. നമുക്കൊരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വസ്ഥമാകുന്ന എവിടെയെന്ന് വെച്ചാൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ പറ്റും, ഒരു നിലപാട് എടുക്കാൻ പറ്റുന്നു, ഇതാണ് ശരിയെന്ന് തീരുമാനിക്കാൻ പറ്റുന്നു, ഇങ്ങനെയാണ് എനിക്ക് സമാധാനം തീരുമാനിക്കാൻ പറ്റുന്നു. ഒരു വലിയ കലകളെല്ലാം പക്ഷേ ഇതിനെ ഓപ്പോസിറ്റാണ്. ഇത്തരം സ്വസ്ഥത ഇല്ലാതാക്കി കളയും. അപ്പം അത് പ്രിഫർ ചെയ്യാത്ത ആളുകളെയാണല്ലോ നമ്മൾ ലിറ്ററേച്ചർ കൊണ്ട് സംബോധന ചെയ്യുന്നത്. അപ്പം സ്വസ്ഥമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടാകും. ഇവർക്ക് ഏറ്റവും സ്വസ്ഥമായിരിക്കുന്നത് ചിലപ്പം ഒരു കൊമേഴ്ഷ്യൽ സിനിമ കണ്ടിട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്തിരിക്കുന്നതായിരിക്കാം. ഇവരെ ആലോചനയിലേക്ക് നയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഇവരുടെ പാസ്റ്റിനെ ഓർക്കേണ്ടി വന്നേക്കാം. അത് ചിലപ്പോൾ നല്ല ഓർമ്മയാവണമെന്നില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ചില കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടി വന്നേക്കാം. അവർ താല്പര്യപ്പെടുന്നുണ്ടാവില്ല. അപ്പം മനുഷ്യൻ അലസമായിരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു ജീവിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അതിൽ എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അതിന് പറ്റിയൊരു മീഡിയം ലിറ്ററേച്ചറിലുണ്ട് എന്ന് പറയുന്നതും അവർക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ രീതിയിലൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. സുജീഷിൻ്റെ ഒരു ലേഖനത്തിൽ തിയോഡർ അഡോണോയുടെ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മലയാളത്തിൽ അത്ര ഒരു കൾച്ചറൽ ഇൻഡസ്ട്രി വളർന്നു വന്നിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നല്ലാതെ അത്ര ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി സാഹിത്യം മാറിയോ? ഇത് മലയാളത്തിലെ മാത്രമല്ല, പൊതുവെ ലോകത്ത് മൊത്തം ഈ പറയുന്ന രീതിയിൽ വളരെ പാസീവായ റീഡിങ്ങിന് പറ്റുന്ന ലിറ്ററേച്ചർ വലിയ രീതിയിൽ ഇറക്കപ്പെടുന്നുണ്ട്. മീൻസ് വളരെ ചുരുക്കം ചില പബ്ലിഷേഴ്സ് മാത്രമേ ഉള്ളൂ വളരെ സീരിയസ് ആയി ലിറ്ററേച്ചറിൽ ഫോക്കസ് ചെയ്തിട്ട് നിലനിൽക്കുന്ന ലിറ്റററി പബ്ലിഷേഴ്സൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ലോകത്ത് മൊത്തം അങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് വരുന്നൊരു വലിയൊരു വൈരുദ്ധ്യമുണ്ട്. അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ മൈലേജ് ഉണ്ട്. വായിക്കുന്നൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന ചില ഇമേജ്, അയാളുടെ ഒരു ഇമേജിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതു സ്വീകാര്യത ഉറപ്പുവരുത്തുന്ന ചില ഇമേജുകളാണ് അയാൾക്ക് കിട്ടുക. വായനക്കാരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഇലക്ഷനിൽ ഈ അടുത്ത് കാണാം, മിക്കവരുടെയും പോസ്റ്ററിൽ ഞാൻ കണ്ട ഒരു സാധനത്തിൻ്റെ ബുക്ക് ഷെൽഫാണ്. അത് ശരിക്കും AI ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്. ഒരാൾ നിൽക്കുന്നു, അവരുടെ ബുക്ക് ഷെൽഫിൻ്റെ ഫ്രണ്ടിലാണ് നിന്നിട്ടാണ് പോസ്റ്റേഴ്സാണ് പല സ്ഥാനാർത്ഥികൾക്കുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആ ഇമേജിനെയാണ് യൂസ് ചെയ്യുന്നത്. വായനക്കാരന് കിട്ടുന്ന ഒരു മഹത്വത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡിലേക്കാണ് ശരിക്കും വന്നത്. അപ്പം ഈ ട്രെൻഡിനെ കൃത്യമായി മാർക്കറ്റ് യൂസ് ചെയ്തതിൻ്റെ ഒരു കാര്യമാണ് ഈ പാസീവ് റീഡിങ് ആയി പറ്റുന്ന സാധനങ്ങളെ സെല്ല് ചെയ്യുക. അതിനെ സെല്ല് ചെയ്യുക മാത്രമല്ല, പ്രധാനപ്പെട്ട അവാർഡുകൾ അതിന് വാങ്ങിക്കൊടുക്കുക, പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. വളരെ നമ്മൾ പൊതുവെ പറയുന്ന നല്ല ലിറ്റററി ക്വാളിറ്റിയുള്ള വർക്കുകൾ എന്ന് പറയുന്ന കാര്യത്തിനെ പരിഗണിക്കാതിരുന്നുകൊണ്ട് ഇവർക്ക് നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഒരു നിലവാരം കുറഞ്ഞെന്ന് തന്നെ പറയാം. കാരണം അത് നിലവാരം കുറവ് തന്നെയാണ്. അപ്പം നിലവാരം കുറഞ്ഞ ഒരു ആർട്ടിനെ ആഘോഷിക്കുകയും അതിന് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്യുമ്പം അതുണ്ടാക്കുന്ന ഇമേജ് ശരിക്കും പറഞ്ഞാൽ ഇത് വായിച്ച് ആസ്വദിക്കുന്നവരെയാണ് അവിടെ അംഗീകരിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഞാൻ ഇന്ന അവാർഡ് കിട്ടിയ പുസ്തകം വായിച്ചിട്ടുണ്ട്, അപ്പോൾ ഇതെന്തോ ഞാനൊരു നല്ല വായനക്കാരൻ കൂടിയാണ്. അതാണ് ആക്ച്വലി നടക്കുന്നത്. പണ്ടങ്ങനെ നടന്നിട്ടില്ല. ഈ പറയുന്ന രീതിയിൽ ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞ സാഹിത്യത്തിന് കൃത്യമായ സ്പേസ് ഉണ്ടായിരുന്നു. അത്തരം സാഹിത്യങ്ങൾ എഴുതപ്പെട്ടിരുന്നു. അതിൻ്റെ പാരലായിട്ട് ലിറ്റററി ഫിക്ഷനും ഉണ്ടായിരുന്നു, ലിറ്റററി ക്വാളിറ്റിയുള്ള ഫിക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിറ്റററി ക്വാളിറ്റിയുള്ള ഫിക്ഷൻ പോലും വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സംഭവങ്ങൾ തന്നെയാണ്. കാരണം ഇതിൻ്റെ ചേരുവകളിൽ ചില വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന രീതിയിൽ ഇപ്പം വളരെ പാസീവായി വായിക്കുന്ന ചേതൻ ഭഗത്തിനെ പോലെയൊക്കെയുള്ള എഴുത്തുകാരുടെ പുസ്തകം എടുത്തു കഴിഞ്ഞാൽ വളരെ ഈ സ്പീഡിൽ വായിക്കാൻ പറ്റുന്നു. ഇങ്ങനത്തെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഇതിൽ കുറച്ച് പൊളിറ്റിക്സ് ചേർത്ത് കളഞ്ഞ ലിറ്റററി ഫിക്ഷനായി.
ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഫോമിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ ലാംഗ്വേജിൽ വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ നല്ല സ്റ്റൈലിഷായ പ്രോസസ്സുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഇതുവരെ അഡ്രസ്സ് ചെയ്യാത്ത രീതിയിൽ ഒരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലത്തെ അഡ്രസ്സ് ചെയ്യാറില്ല. നമ്മുടെ കാലത്തെ പ്രധാനപ്പെട്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യം പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലർ ഫിക്ഷനിലേ ഉള്ളൂ ഇപ്പോൾ. കാരണം അഖിൽ പി ധർമ്മജൻ എഴുതുമ്പോഴും അതൊരു പുതിയ ജനറേഷൻ്റെ കാര്യം എഴുതുന്നത്. ഇപ്പം നിന്ന വിജയ് എഴുതുന്ന സമയത്തും അതിൻ്റെ പൊളിറ്റിക്സ് വലിയ പ്രശ്നം ഉണ്ടാവുമായിരിക്കും. അവനവനിലേക്ക് ചുരുങ്ങുന്ന ഒരു പൊളിറ്റിക്സൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനെ അവർ തൊടാൻ നോക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലിറ്റററി ഫിക്ഷന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആരുടെ ഭാഗത്തും ഇല്ല. ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ വളരെ തദ്ദേശീയമായ ചില സാധനങ്ങളിലേക്ക് ചുരുങ്ങിപ്പോവുകയോ, ഒരു സൈബർ ലൈഫിനെ പറ്റിയിട്ട് എഴുതുന്ന എത്ര എഴുത്തുകാരുണ്ടാവും. നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ മിങ്കിൾ ചെയ്ത് വന്നിരിക്കുന്ന മാറ്റത്തെപ്പറ്റി സംബോധന ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇതൊന്നും ഇല്ല നമുക്ക്. അപ്പം ഞാനിതിനെങ്ങനെ, അല്ലെങ്കിൽ വർക്ക് ലൈഫ്, ഞാൻ ഈ അടുത്ത് വായിച്ച ചില നോവലുകൾ ശരിക്കും പറഞ്ഞാൽ ജാപ്പനീസ് എന്നൊക്കെ ചില നോവലുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ നോവലുകൾ ശരിക്കും അഡ്രസ്സ് ചെയ്യുന്ന വലിയൊരു സിനാരിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ലൈഫാണ്. ഈ വർക്ക് ലൈഫ് ബാലൻസ് മാത്രമല്ല, ഈ വർക്ക് ലൈഫിൽ ഞാനിപ്പം ഒരു നോവൽ വായിച്ചതിൽ അതിനകത്തൊരു സ്ത്രീ, അതിൻ്റെ ഇൻസിഡൻറ്റ് ഇതാണ്. അവിടുത്തെ ഓഫീസിൽ ഇവർ ചായ ഉണ്ടാക്കി കൊടുക്കുന്നു മീറ്റിങ്ങിൽ. ഇത് ഇവരുടെ ഇവരെ ഒരു വട്ടം കാണിച്ചപ്പോൾ ഇവരുടെ റൂട്ടീനായത് എല്ലാവരും അപ്പോൾ ഈ ചായ ഉണ്ടാക്കി കൊടുത്തവർ തന്നെ ക്ലാസ്സും കഴുകണം. ഇത് ഒരു സോഷ്യലി വരുന്നൊരു ഇതാണല്ലോ. ഒരു സ്ത്രീയുമാണ്. ഒരു ഘട്ടത്തിൽ ഒരു നുണ പറയുകയാണ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് കഴുകാൻ പറ്റില്ല, വൊമിറ്റിങ് വരുമെന്ന് പറയും. പിന്നെ ഈ 9 മാസം 9 മാസത്തോളം ഇവർ ഈ നുണയെ വെച്ചിട്ട് കഴുകാതിരിക്കുകയും മാത്രമല്ല, ആ നുണ പറഞ്ഞുകൊണ്ട് ഇവർക്ക് സമയത്തിന് വീട്ടിൽ പോകാൻ പറ്റുന്നു. അപ്പോൾ ഇവരത് എഴുതിയിരിക്കുന്ന രീതി ഞാൻ നോക്കുമ്പോൾ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഒരു കോർപ്പറേറ്റ് ലൈഫിനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിരിക്കുക. ഇത് നമ്മുടെ എല്ലാം ജീവിതമാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പുതിയ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്നു, നമ്മുടെ കാലത്തെ അഡ്രസ്സ് ചെയ്യുന്നു. ഇതിന് നമ്മുടെ സാഹിത്യത്തിന് പറ്റുന്നുണ്ടോ? ലിറ്റററി ഫിക്ഷൻ പ്രധാനമായി പറ്റേണ്ട ഒരു കാര്യം ഇതാണ്. അത് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒരു വിഷയമാണ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും ദയനീയമായൊരു വശം എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും അതാണ് കുറേ കൂടി നമുക്ക് എളുപ്പം. പരമ്പരാഗത രീതിയിൽ ദേശത്തെ എഴുതുക എന്ന് പറയുന്നതൊക്കെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ട് കൃത്യമായ. പുതിയ ആളുകൾ ആ ടെംപ്ലേറ്റിൽ എഴുതിയാൽ മതി, അതാണ് അതിൽ കാണുന്നത്. എന്നിട്ട് അതിന് നമ്മൾ ലിറ്റററി ഫിക്ഷൻ എന്ന് പറയും. അപ്പോൾ സാഹിത്യത്തെ ഒരു തരത്തിൽ മുന്നോട്ട് നയിക്കുമെന്ന് തോന്നുന്നില്ല അതൊന്നും. കാരണം കാലത്തെ അഡ്രസ്സ് ചെയ്യാതെ എങ്ങനെ പറ്റും എന്നുള്ളത്, കാലത്തെ മാത്രമല്ല ഇത്രയും. ഇപ്പം ഞാൻ ഈ അടുത്ത് വായിച്ചതിൽ സുരേഷ് പി തോമസിൻ്റെ കോവർ മെൻഷൻ മാത്രമാണ് ഈ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ബ്രില്യൻ്റ് വർക്കാണ്. ചെറിയ പുസ്തകമാണ്, പക്ഷേ മീശയ്ക്ക് ഉണ്ടായ പോലെ വിവാദം അതിനെതിരെ വന്നിട്ടില്ല. കാരണം എന്നാൽ അത് മാർക്കറ്റിൽ അങ്ങനെ പോപ്പുലർ അല്ല ആ പുസ്തകം. പക്ഷെ അത് ഭയങ്കര റീഡബിളാണ്, ത്രില്ലിംഗ് ആണ്, നല്ല രീതിയിൽ ഇമാജിനേഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭാഷയൊക്കെ വെച്ചിട്ടുള്ള നമുക്ക് ചില സമയത്ത് ഇങ്ങനെ നമുക്ക് ചിരി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു ഹാസ്യം വരുന്ന വർക്കാവും. പക്ഷെ അതേസമയം അതിൻ്റെ ഒരു ഭീകരത ആലോചിച്ചിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. ഇപ്പം നമ്മളിപ്പം മോഡി ഭരിക്കുന്ന ഒരു സമയത്ത് ഇവരുടെ പല നേതാക്കളും BJPയുടെ പല നേതാക്കളും പറയുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമുക്ക് ചിരി വരും. പക്ഷെ അതേസമയം അതിൻ്റെ തൊട്ട് പുറകിൽ അതിൻ്റെ ഏറ്റവും ഭീകരമായൊരു മുഖം കൂടിയുണ്ട്. ഈ രണ്ട് മുഖത്തെയും ഒരു ലിറ്റററി വർക്കിൽ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് ആ കാലത്തെ മനസ്സിലാക്കുന്നതിൻ്റെ ഗുണമാണ്. ഇപ്പോൾ സുരേഷ് അങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ആ വർക്കിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഒരു വലിയൊരു അവസ്ഥയുണ്ട്. ഇത്തരം ശ്രമങ്ങളെ നമ്മളെ മനസ്സിലാക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, അതൊരു ആവശ്യമായി നമുക്കും തോന്നുന്നില്ല, വായനക്കാർക്കും തോന്നണ്ട ഇത് എൻ്റെ കാലത്തെ സംബോധന ഇവർക്ക് കപ്പാസിറ്റി ഉണ്ടോ. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട ലിറ്റററി വർക്കുകൾ ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷം ഉണ്ടായത് മൊത്തം പ്ലേസ് ചെയ്തിരിക്കുന്ന കാലം വേറെയാണ്. പ്രധാനപ്പെട്ട ലിറ്റററി വർക്കുകളെല്ലാം പ്ലേസ് ചെയ്ത കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലമല്ല. അതെന്തുകൊണ്ടാണ് കാലത്തെ? കാരണം ഇത് പൊതുവെ സിനിമയിലാണ് നമ്മൾ കാണാറുള്ളത്. സിനിമയിലൊരു ത്രില്ലർ സിനിമ എടുത്തു കഴിഞ്ഞാൽ, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലത്തേക്ക് പ്ലേസ് ചെയ്യില്ല. എൻ്റെ കാരണം നമ്മുടെ കാലത്ത് മൊബൈൽ ഫോണുണ്ട്, CCTV ഉണ്ട്. അപ്പോൾ ഇവർക്ക് ക്രൈമിനെ സിനിമ എടുത്ത് ഫലിപ്പിക്കാൻ പറ്റില്ല. ഇതൊരു ലിമിറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പണിയെടുക്കാൻ പറ്റില്ല. അതാണ് ബേസിക് കാര്യം. പണിയെടുക്കേണ്ടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പം പുതിയ രീതിയിൽ മനസ്സിലാക്കണം.
പുതിയ സാഹചര്യങ്ങളുടെ അന്തരീക്ഷത്തിൽ അതിനെ കൊണ്ടുവരണം. അപ്പോഴുള്ള നമ്മളെ തലച്ചോറ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം തന്നെ ഈസിയായി എഴുതാൻ പറ്റില്ല. ഈസി റീഡിങ്ങിനൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ ഈസിയായി എഴുതാൻ പറ്റില്ല. അപ്പം അത്തരത്തിൽ ഈസി അല്ലാത്ത വർക്കുകൾ എടുക്കുന്ന എത്ര എഴുത്തുകാരുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങനെ അയാളെ തന്നെ ചലഞ്ച് ചെയ്യുന്നില്ല എഴുത്തുകാർ. അങ്ങനെ ചലഞ്ച് ചെയ്യാത്ത എഴുത്തുകാരുള്ളൊരു കൾച്ചറിനകത്ത് സാഹിത്യം മുന്നോട്ട് പോകില്ല. ഈ പറയുന്ന ഇപ്പോൾ എഴുത്തുകാരനാണെങ്കിലും വായനക്കാണെങ്കിൽ ആ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന സാധനമാണോ ഈ മികച്ച സാഹിത്യം അല്ലെങ്കിൽ നല്ല സാഹിത്യം എന്നതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് പരിഗണിക്കേണ്ടത്? അത് മാനദണ്ഡമാക്കണോ? ഇത് ശരിക്കും നമ്മുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പം എനിക്ക് പേഴ്സണലി എനിക്കൊരു കാര്യം എഴുതണം, അതെനിക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സിൽ അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നൊരു മെത്തേഡിലേക്ക് ഞാൻ എത്തിപ്പെടുമ്പം, അല്ലെങ്കിൽ അത് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ കിട്ടുന്നൊരു പ്ലഷറുണ്ട്. ഞാൻ കരുതുന്ന എഴുത്തുകാരൻ്റെ പ്ലഷർ പ്രൈമറി ലെവലിൽ അതിലായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ചലഞ്ച് ഏറ്റെടുക്കുക. കാരണം ഈ മനുഷ്യൻ അവൻ്റെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇത്തരം ചലഞ്ചസ് വരുമ്പോഴാണ്. അപ്പോൾ ഈ ആളുകൾക്ക് പൊതുവെയുള്ള ധാരണയാണ് ഈ പറയുന്ന ക്രിയേറ്റീവായിരിക്കുന്ന മനുഷ്യരാണ് ഏറ്റവും നന്നായി ഇമാജിനേഷൻ യൂസ് ചെയ്യുന്നത്. അല്ല, അവർ ഏറ്റവും നന്നായി ഇമാജിനേഷൻ യൂസ് ചെയ്യുന്നത് നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുകയും പ്രതിസന്ധികളെ സംബോധന ചെയ്യുന്ന മനുഷ്യർക്കായിരിക്കും. കാരണം ഇവർക്ക് അതിനെ മറികടക്കാനുള്ള സൊല്യൂഷൻ കാണണം. ഈ സൊല്യൂഷൻ കാണുക എന്ന് പറയുന്നത് ഇമാജിനേഷൻ്റെ വർക്കാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാകും? ഈ വർക്ക് നടക്കണമെങ്കിൽ നമുക്ക് ചലഞ്ച് ഉണ്ടാവണം. എഴുത്തുകാരനും പ്രൈമറി ലെവലിൽ ഒരു ചലഞ്ചിനെ നേരിടുന്നില്ലെങ്കിൽ അയാൾ ക്രിയേറ്റീവ് ലെവലിൽ ആ ക്രിയേറ്റീവ് പ്രോസസ്സിൽ അയാൾ ആദ്യത്തെ ചലഞ്ച് ഏറ്റെടുക്കുന്നില്ല. പിന്നെ അയാൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിലവിൽ എക്സ്റ്റാബ്ലിഷ് ആയ ചില രീതികളുണ്ടാവും. ആ രീതികളെ അവലംബിച്ചുകൊണ്ട് ഒരു വർക്ക് ചെയ്ത് വെക്കുന്നു. ആ വർക്ക് ചെയ്ത് വെക്കുന്നതിൽ അയാൾ സക്സസ് ആവാം. അപ്പം കിട്ടുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ അത് വിറ്റ് പോകുന്നതിൻ്റെ പ്രഷറും അതിൻ്റെ വരുമാനത്തിൽ നിന്നുള്ള പ്രഷറും ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ ഒരു നല്ലൊരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് പ്രൈമറി ലെവലിൽ അയാളെ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യം. പക്ഷേ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ പ്രഷർ കിട്ടിക്കഴിഞ്ഞാൽ അത് വിറ്റ് പോകുന്നുണ്ടോ, അതിന് എന്ത് ഫീഡ്ബാക്ക്, അത് അയാളുടെ വിഷയമാവാൻ സാധ്യതയും വളരെ കുറവാണ്. അതാണ് എഴുത്തുകാരനെ സംബന്ധിച്ച് കുറച്ചും കൂടി സേഫ്. ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എം മുകുന്ദൻ ലാസ്റ്റ് എഴുതിയ നോവൽ പോലെയാണ്. അദ്ദേഹം കരുതുന്നത് വലിയ മഹത്തായ എന്തോ ഒരു സൃഷ്ടിയാണെന്നാണ്. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. അപ്പം ഈ തോന്നൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം ഒരു ചലഞ്ചായിട്ടല്ല, ഒഴുക്കിന് കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാർ പോലും ശ്രമിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രിയേറ്റീവ് എന്നൊരു രീതിയിൽ അവർ പരാജയമാവുന്നു. അവരെന്നെ ചലഞ്ച് ചെയ്യുന്നില്ല? ഇല്ല, അവരെ ചലഞ്ച് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഇപ്പം മാർക്കറ്റിന് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് കരുതിയിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കുന്നു. രണ്ട് സാധ്യതയുണ്ട്, ഒന്നെങ്കിൽ ക്ലിക്കാവും, ഒന്നെങ്കിൽ ക്ലിക്കാവാതിരിക്കാം. ക്ലിക്കാവണം എന്നൊരു നിർബന്ധവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സിനിമ ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവരൊരു കൊമേഴ്ഷ്യൽ സിനിമയൊക്കെയാണ് എടുക്കുന്നുണ്ടാവുക. അത് ക്ലിക്കാവില്ല എന്നുള്ള കാര്യം അവരെ കയ്യിലിരിക്കുന്ന വിഷയമല്ല. പക്ഷേ അതേസമയം നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ക്രിയേറ്റീവായി നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു വർക്ക് എടുത്ത് കഴിയുമ്പം അതിൽ നമ്മളൊരു മൊമെൻറ്റിൽ സക്സസ് ആവുന്നുണ്ടെങ്കിൽ അതവിടെ നിൽക്കും. നമുക്ക് അതിൻ്റെ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാനത് ചെയ്ത് ഫലിപ്പിച്ചു, അതിന് ഞാൻ ഇത്ര വർക്ക് എടുത്തു, അത് ഇങ്ങനെ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റി എന്നൊരു കാര്യം എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതാണ് എഴുത്തുകാരിൽ നിലനിൽക്കാൻ എഴുത്തുകാരൻ്റെ ഒരു മാനസികാവസ്ഥ നല്ലത്. ഇപ്പോൾ ഈ കോവർ മനുഷ്യൻ്റെ പോലെ തന്നെ അതുപോലെ വലിയ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു നോവൽ ചർച്ച ആകാതെപ്പെടാതെ പോകുന്നു എന്നുള്ള ഒരു നിരാശ തന്നെയല്ലേ വായനാ സമൂഹത്തിനും എഴുത്തുകാർക്കും? എനിക്ക് തോന്നുന്നു എഴുത്തുകാരനെ അത് വലിയ നിരാശയാവും. കാരണം എഴുത്തുകാരനെ സംബന്ധിച്ചോളം ഈ പറയുന്ന രീതിയിൽ ചില കാലത്തെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. ഇപ്പം ഞാനും ചില കവിതകളൊന്നും, എനിക്ക് കവിത എന്ന രീതിയിൽ അത്ര തൃപ്തിയൊന്നും ഇല്ലെങ്കിലും ചില ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ചില വികാരങ്ങളുണ്ട്, ചില രോഷങ്ങളുണ്ട്, ചില പ്രതിഷേധങ്ങളുണ്ട്. ഇതിനെ നമുക്ക് ആവിഷ്കരിച്ചേ പറ്റുള്ളൂ എന്നൊരവസ്ഥയുണ്ടല്ലോ. അപ്പം ഈ അവസ്ഥയിൽ ഉണ്ടായി പോകുന്ന ചില പുസ്തകങ്ങളാവാം ഇതൊക്കെ. അപ്പം ആ രീതിയിൽ എഴുതപ്പെട്ട ഒരു നോവലാണെങ്കിൽ എഴുത്തുകാരനെ അതൊരു നിരാശയൊന്നായിരിക്കില്ല. മറിച്ച് അത് ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിൽ മാർക്കറ്റ് ഇതിൽ നടത്തുന്ന ഇടപെടൽ എന്താണെന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മാർക്കറ്റ് ആരെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? കാരണം ഇത് വിപണിക്ക് ഉപയോഗിക്കാവുന്നൊരു കാര്യമാണത്. മാർക്കറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയൊന്നല്ല വിപണിയിലെ ഇടപെടൽ നടത്തുന്നത്. മാക്സിമം വിൽക്കുക എന്നുള്ള കാര്യമാണ്. വിൽക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതിനകത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താവുന്നതാണ്. ഈശയ്ക്കൊക്കെ എതിരെ ഉണ്ടായപ്പോൾ ഒരു പ്രതിഷേധത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള സാധനം വരായിരുന്നു. അത് വരാത്തത് നമുക്ക് നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അതിൻ്റെ അകത്തൊരു എന്താ പറയുക, നമുക്ക്
ഈ രീതിയിൽ അത് വായിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്, എന്താണ് നല്ല സാഹിത്യം അല്ലെങ്കിൽ നല്ല പോപ്പുലർ സാഹിത്യം പോലും എന്താണ് പോപ്പുലർ ആകുന്നതെന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ കെ ആർ മീര നമ്മുടെ അഖിൽ പി നിർഭജനോളം തന്നെ പോപ്പുലറാണ്, അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഇവരുടെ സാഹിത്യങ്ങൾ തമ്മിലുള്ള ക്വാളിറ്റിയിലെ അന്തരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് വേറെ ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം രണ്ട് തരത്തിൽ സമീപിച്ച് കഴിഞ്ഞാലും ഇവരുടെ രണ്ടുപേരുടെയും ഒരു മാർക്കറ്റിന് വേണ്ടിയുള്ള എഴുത്തുകൾ തന്നെയാണ്, മീരയുടെ ആയാലും ഈ അഖിൽ പി ധർമ്മജൻ്റെ ആയാലും. അപ്പോൾ അത് വിപണിക്ക് വേണ്ടി എഴുതുന്നതാണല്ലോ. വിപണിക്ക് വേണ്ടി എഴുതുന്ന ഒരു കാര്യത്തിൽ അവിടെ നമ്മൾ ലിറ്റററി ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒന്നിനെ മാറ്റി നിർത്തുന്നു, ഒന്ന് കേമമാണെന്ന് പറയുന്നു, മറ്റൊരാൾ എന്തോ ഒരു മോശം കാര്യമാണെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം കെ ആർ മീരയും അഖിൽ പി ധർമ്മജനും എഴുതുന്നത് ഒരേ കാര്യം തന്നെയാണ്, ഒരേ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ പ്രോസസ്സ് ഒന്നാണ്, ഒരു മാർക്കറ്റിന് വേണ്ടിയാണ്. ഒരാൾ കുറേ കൂടി പൊളിറ്റിക്കലി ഇതാകുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിൽ ചില ഗിമ്മിക്കുകളുണ്ട്. ഈ ഗിമ്മിക്കുകൾ എന്ന് പറഞ്ഞാൽ കോട്ട് ചെയ്യാവുന്ന ചില, കാരണം കോട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ സാഹിത്യത്തിൽ നിന്ന് വിട്ടുപോയിട്ട് കുറേ കാലമായി. നമ്മൾ പ്രധാനപ്പെട്ട കൃതികളെ നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അവിടെ കിട്ടും. ഇത് ശരിക്കും കോട്ട് ചെയ്യാൻ പറ്റുന്ന, ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന ചില ലൈൻസ് അതിൽ നിന്ന് കിട്ടും. ആ മട്ടിലുള്ള ചില പ്രസ്താവനകൾ കാണും, വളരെ പെരിഫറലായ പ്രസ്താവനകളൊക്കെയാണ് അതിനകത്ത് ഉണ്ടാവുക. ഒരു ഡീപ്പായ ഒരു ആലോചനയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന വളരെ എന്താ പറയുക, നമ്മൾ പുതിയ ജനറേഷൻ ക്രിഞ്ച് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനത്തെ കാര്യം. പക്ഷേ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു സൊസൈറ്റിയിൽ വേറെ തരം ടൈപ്പ് ആളുകളുണ്ട്, ഈ പറയുന്ന രീതിയിൽ പ്രോഗ്രസീവായി കാണപ്പെടുക എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഇവർക്കിത് ഷെയർ ചെയ്യാനും പരസ്പരം കൈമാറാനും ഒക്കെ പറ്റുന്ന ഒന്നായി ഒരു മെറ്റീരിയലായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഈ മെറ്റീരിയൽ ആവാൻ പറ്റുന്ന പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കൺസേൺ വരുന്നത്. അഖിൽ പി ധർമ്മജൻ എയിം ചെയ്യുന്നത് ഈസിലി റീഡബിൾ എന്ന് പറഞ്ഞിട്ടാണ്, എന്നാൽ എല്ലാവർക്കും ഈസിലി റീഡബിളും അല്ലാതൊന്നും. കാരണം അത്യാവശ്യം ഭാഷാജ്ഞാനമൊക്കെ ഉള്ള ഒരാൾക്ക് ഇതിലെ കല്ലുകടി കാരണം എടുത്ത് എറിയുന്ന പുസ്തകങ്ങൾ എന്നോട് പലരും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം, എടുത്ത് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ഒരു പുസ്തകം വായിക്കാൻ കൊള്ളാവുന്നതാണെങ്കിൽ വായിക്കേണ്ടതല്ലേ, അപ്പോൾ ആർക്കാണ് വായിക്കാൻ കൊള്ളാവുന്നുള്ള കാര്യമുണ്ട്. താങ്കൾ തന്നെ ഒരു ലേഖനത്തിൽ സാഹിത്യത്തിൻ്റെ നേര് എന്ന് പറയുന്ന ഒരു വിഷയം മുമ്പ് എഴുതിയ ലേഖനത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. സാഹിത്യത്തിൻ്റെ നേരെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതാത് കാലത്തോട് സംവദിക്കുക എന്നുള്ള അതാണ് സാഹിത്യത്തിൻ്റെ നേര്. ഈ പറയുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത എഴുത്തുകാരൊന്നും സാഹിത്യത്തിൻ്റെ നേരില്ലാത്ത എഴുത്തുകാരാണോ? സാഹിത്യത്തിൻ്റെ നേര് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയൊരു അവസ്ഥയാണ്. സാഹിത്യത്തിൻ്റെ നേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ഞാനൊരു കാണുന്നൊരു ഉദാഹരണം ഇതാണ്. ഫ്രോയിഡ് ദസ്തോവ്സ്കിയുടെ ക്യാരക്ടേഴ്സിനെ വെച്ച് പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ പഠിക്കണമെങ്കിൽ ആ ക്യാരക്ടർ വളരെ ജെന്യൂൻ ആയിരിക്കണ്ടേ. നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭാവന കൊണ്ട് നമുക്കൊരു ക്യാരക്ടറിനെ എങ്ങനെ വേണമെങ്കിൽ സൃഷ്ടിക്കാം. പക്ഷെ അതിന് ഒരു യാഥാർത്ഥ്യത്തോട് നേരിനോടൊരു കണക്ഷൻ അത്രയും ഡീപ്പായിരിക്കും മാത്രമേ ഉള്ളൂ അതിനെ ഒരു മനുഷ്യനെ പഠിക്കാനുള്ളൊരു ടൂളാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് റിയാലിറ്റിയിലായിരിക്കണം സാഹിത്യം എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മളൊരു കാര്യം എഴുതുമ്പം അതൊരു നമ്മൾ കാണുന്ന കാര്യത്തെ മാത്രമല്ല അതിൻ്റെ ഒരു ഡീപ്പർ ലെവലിലേക്കുള്ള അതിൻ്റെ ചില കാര്യങ്ങളെ ചകഞ്ഞെടുക്കാനുള്ള കപ്പാസിറ്റി കൂടി എഴുത്തുകാർക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ അന്തരീക്ഷം അവർ ആവിഷ്കരിക്കുന്ന അവസ്ഥയെ ഒക്കെ നമുക്ക് കൃത്യമായി പഠിക്കാൻ പറ്റുള്ളൂ. അത് ഒരു സൊസൈറ്റിയുടെയോ ഒരു ലൈഫിൻ്റെയോ ഒക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഒബ്സർവേഷനിൽ നയിക്കുന്ന ഒന്നായി മാറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് സാഹിത്യത്തിൻ്റെ നേരെന്ന് പറയുന്നത്. സമകാലിക ലോകത്തോട് സംവദിക്കാത്തതിനെയാണോ, അങ്ങനെയാണോ നമ്മൾ ഈ സാഹിത്യത്തിൻ്റെ നേര് എന്നതിന് അങ്ങനെ മാത്രമല്ല, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പം കെ ആർ മീര പറയുന്ന പല ആർഗ്യുമെൻറ്റും നമ്മൾ നോക്കിക്കഴിയുമ്പം ഈ ആർഗ്യുമെൻ്റ് എല്ലാം പുരുഷവിദ്വേഷമാണ് ഇവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫെമിനിസം പുരുഷവിദ്വേഷമാണ്? അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്തൊരു അപരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. കാരണം ഇവർക്ക് എതിർക്കേണ്ടതായൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ എതിർക്കേണ്ട കാര്യങ്ങളിൽ വരുമ്പം വെറുപ്പ് ആദ്യത്തെ കാര്യമാണത്. വിദ്വേഷം എന്ന് കരുതുന്നത് ശരിക്കും പറഞ്ഞാൽ കാര്യത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാതിരിക്കുമ്പം അവരുടെ എഴുത്തിൽ നിന്ന് അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സാഹിത്യത്തിന് നേരില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അവർ പ്രൊപ്പഗണ്ടയാണ് ശരിക്കും ചെയ്യുന്നവർക്ക്. ആ പ്രൊപ്പഗണ്ട നമുക്ക് യോജിപ്പുള്ള പ്രൊപ്പഗണ്ടയാണോ അല്ലേ എന്നുള്ളത് മാത്രമേ നമ്മുടെ വിഷയമാവുന്നുള്ളൂ. ഇപ്പം അവർ എതിർക്കുന്നത് ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രം മാത്രം നമ്മൾ കണ്ടുകൊണ്ട് കാര്യമില്ല. എങ്ങനെ എതിർക്കുന്നു,
അതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞാൻ ഈ അടുത്ത് ചിലൊരു പ്രശ്നങ്ങളുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വായിക്കുമ്പോൾ വീരാൻകുട്ടി മാഷുടെ കവിതകളിൽ പലതും ഭയങ്കര മനുഷ്യവിദ്വേഷമാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യവിദ്വേഷം പറയുന്ന ഈ പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് ഏതാണ്ട് കാലഹരണപ്പെട്ടതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആർക്കെതിരെ വിരൽ ചൂണ്ടുന്നു എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വലിയ ചൂഷണങ്ങളെല്ലാം കോർപ്പറേറ്റുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പം, വലിയ രീതിയിൽ മാഫിയകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം, വളരെ കാൽപ്പനികമായിട്ട് മനുഷ്യന്മാരെ ഒന്നടങ്കം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ ഒരു എഴുത്തുകാരൻ ചിന്തിക്കുക എന്ന് പറയുന്നത്, അയാൾ കാലത്തെ മനസ്സിലാക്കിയിട്ടില്ല, അയാൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെ മനസ്സിലാക്കിയിട്ടില്ല. ഇതെല്ലാം എന്താ പറയുക, ഒരുതരം ഗിമ്മിക്കാണ്. ആ ഗിമ്മിക്കിന് വേണ്ടിയുള്ള പരിപാടിയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഈ നേരില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. സാഹിത്യത്തിൻ്റെ നേരുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ വിരൽ ചൂണ്ടും. ഇപ്പം 1950 നെരൂദ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി എന്ന് പറഞ്ഞൊരു കവിത എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പിന്നെ 90കളിൽ മാമ്പഴക്കാലം എന്ന് പറയുന്ന കവിത പി രാമേന്ദ്രൻ എഴുതുന്നത്. ഈ യുണൈറ്റഡ് ഫുഡ് കമ്പനിയുടെ കവിത എന്ന് പറയുന്നത് കോർപ്പറേറ്റിനെതിരെയുള്ളൊരു വലിയ കവിതയാണ്. 1950 അറിയിക്കണം. പിന്നെ 40-50 വർഷം എന്തോ കഴിഞ്ഞിട്ടുണ്ട് പി രാമേന്ദ്രൻ ഈ കവിത. പി രാമേന്ദ്രൻ്റെ വേവലാതി മൊത്തം മാംഗോ ഫ്രൂട്ടിക്കുള്ള ടേസ്റ്റ് പോലെയല്ല, മാംഗോയുടെ രുചിയും തമ്മിലുള്ള വ്യത്യാസമാണ് അയാളുടെ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന് വേണ്ടിയുള്ള എഴുത്താണ്. മാർക്കറ്റ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല ഈ ഫ്രൂട്ട്സ് ബേസ്ഡിലുള്ള ഡ്രിങ്ക്സ് നോക്കിക്കഴിഞ്ഞാൽ മതി, എക്സാക്റ്റ് അതാ ടേസ്റ്റ്. അപ്പോൾ ആക്ച്വലി എന്താ നടന്നിരിക്കുന്നത്, അവിടുത്തെ ആ ചൂഷണത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല, മറിച്ച് വളരെ വൈകാരികമായ കാൽപ്പനികമായ രീതിയിൽ ഇതിനെ സമീപിക്കുകയും വിപണി മറ്റൊരു ഘട്ടത്തിൽ ഇതേ കാര്യത്തെ കാരണം ഇതൊരു മനോഭാവം രൂപപ്പെടുകയും കൂടിയാണ്. ആ ടേസ്റ്റിൻ്റെ രീതിയിൽ അതിനെ കാണുന്നത്. അപ്പം ടേസ്റ്റ് വെച്ചല്ല അവിടെ നമ്മൾ വിലയിരുത്തേണ്ടിയിരുന്നത്, ചൂഷണം. അവിടുത്തെ വലിയൊരു ചൂഷണത്തെ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇത് വലിയ പ്രശ്നമാണ്, കവികളുടെയും എഴുത്തുകാരുടെയൊക്കെ വലിയ പ്രശ്നമാണ്. ഈ കാര്യത്തെ പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യുമ്പം എന്താണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സ് എന്നതിനെ പറ്റി കൃത്യ ധാരണ വേണം. അതല്ലാതെ ഓക്കെ ഇന്ന പൊളിറ്റിക്സിൽ എഴുതി കഴിഞ്ഞാൽ എനിക്ക് സ്വീകാര്യത കിട്ടും എന്നാൽ അങ്ങനെ എഴുതിയേക്കാം എന്ന് കരുതി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം അതിൻ്റെ വിപണി മാത്രം അവരുടെ കൺസേൺ ആവുന്നത്, ഒരു വലിയ മാറ്റം അവരുടെ ഒരു വിഷയമാവുന്നില്ല. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇത് നമ്മളെ നൊസ്റ്റാൾജിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം, മലയാളികളെ സംബന്ധിച്ചോളം ഇതിനകത്ത് വലിയൊരു ഫ്യൂഡലിസത്തിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ട്. ഇപ്പം നമ്മൾ പറയും അന്നത്തെ കാലമായിരുന്നു വലിയ നല്ല കാലം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലം എന്താണ് വളരെ കൃത്യമായി ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുത്ത ദാരിദ്ര്യവും ചൂഷണവും ഒക്കെ നിലനിന്ന ഒരു കാലത്ത് ഒരു കാര്യമാണത്. പിന്നെ ഈ പറയുന്ന കവികൾ എഴുതുന്ന ചക്കയെ പറ്റിയല്ല, അത് നമ്മൾ ആ പോയിന്റ് ശ്രദ്ധിക്കണം. ഈ മാവ് എവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടുമുറ്റത്ത് മാവ് ഉണ്ടാവുന്നത് ആരുടെ വീട്ടുമുറ്റത്തായിരുന്നു, ഇങ്ങനത്തെ നമ്മുടെ ചരിത്രം നോക്കുമ്പം ഈ ചക്കയാണ് പല ആളുകളുടെയും, ചക്കയും കപ്പയാണ് പല ആളുടെയും വിഷപ്പ് മാറ്റിയിട്ടുള്ളത്, മാങ്ങയല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ നൊസ്റ്റാളജിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മെമ്മറിയാണ്. ഈ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് എന്തും കൂട്ടിച്ചേർക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മെമ്മറിയുടെ ഒരു വലിയ പ്രശ്നം അതാണ്. നമ്മൾ ഈ പാസ്റ്റിനെ താലോലിക്കുന്നതിൻ്റെ ഒരു വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിന് നമുക്ക് വേണ്ടത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, റിയാലിറ്റി അല്ല എടുക്കുന്നത്. മെമ്മറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമാജിനേഷൻ തന്നെയാണ്. അതിനകത്ത് പണ്ട് നടന്നൊരു കാര്യത്തിൻ്റെ ചില ഓർമ്മയെ നമ്മളിങ്ങനെ എടുക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്നു. ഇതിൻ്റെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വയനാട്ടിലായിരുന്നു കുറേ ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു കവിതാ പരിപാടിക്ക് വേണ്ടി വയനാട്ടിൽ ചെല്ലുമ്പം ഞാൻ താമസിച്ച സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഏകദേശം ധാരണയുണ്ട് ഈ സ്ഥലം എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ 2 സൈഡും പാടം, ഒരു ചെമ്മണ്ണ് ഇട്ട വഴി, അതിൻ്റെ നടുക്കൂടെ ഒരു ചോല ഒഴുകുന്നുണ്ട്. ഇതാണ് എൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ചോല അവിടെ ഇല്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടായതിൻ്റെ ഒരു തെളിവുമില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇതെൻ്റെ ഒരു ചൈൽഡ്ഹുഡിലെ മെമ്മറിയുടെ ഉള്ളിലേക്ക് ഞാനതിനെ മനോഹരമാക്കിയിട്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് ചേർത്ത് വെച്ചൊരു കാര്യമാണത്. ഇതാണ് നമ്മുടെ നൊസ്റ്റാളജിയുടെ ഒരു വലിയ പ്രശ്നം. നൊസ്റ്റാളജിയ നമുക്ക് ഭയങ്കര സുഖം തരും, കാരണം അത് നമ്മുടെ കൂടി സൃഷ്ടിയാണത്, നമ്മുടെ റിയാലിറ്റി അല്ല അത്. അപ്പം ഈ കാൽപ്പനികമായി സമീപിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നവും ഇതാണ്. അത് ഒരിക്കലും നമ്മുടെ റിയാലിറ്റി ആവണമെന്നില്ല. റിയാലിറ്റി എന്ന മട്ടിൽ അതിനെ സമീപിക്കുമ്പോൾ നമുക്കതിനോട് ഒട്ടും യോജിപ്പുണ്ടാവില്ല. കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യാതൊരു സൗകര്യവും അന്നില്ല.
ആ ഒരൊറ്റ കാരണം മതി ആ കാലത്ത് പോവാതിരിക്കാനോ അതിനെ പറ്റിയിട്ട് വീമ്പ് പറയാനോ പുകഴ്ത്തി പറയാതിരിക്കാനോ ഒക്കെ ഒരു കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ അനീതിയുടെ ഒരു വലിയൊരു ചരിത്രം അതിനകത്തുണ്ട്. ഒരു സോഷ്യലായി ചിന്തിക്കുമ്പോൾ അതിനകത്തുള്ള വലിയൊരു അനീതിയുടെ ഇതുണ്ട്. അപ്പോൾ ആ കാലം മനോഹരമായി തോന്നുന്ന ഏത് ആൾക്കാർക്കായിരിക്കും എന്നത് അവിടെ വേറെ അടുത്ത ചോദ്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നി നിങ്ങൾ ആരാണ് മനോഹരം എന്നൊരു കാര്യമുണ്ടല്ലോ. ഇനി ബാക്കിയുള്ളവരുടെ കേസിലാണെങ്കിൽ ഈ മനോഹാരിത മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതും കൂടിയാണ്. അപ്പം നമ്മൾ വായിച്ച് വളർന്ന പണ്ടത്തെ കാലം എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിയ. അപ്പം ഞാൻ ഇപ്പോൾ കാണുന്ന പണ്ടത്തെ കാലം ശരിക്കും എൻ്റെ പണ്ടത്തെ കാലം ആവണമെന്നില്ല. നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ അതിനെപ്പറ്റി ചില മെമ്മറീസ് ഉണ്ട് നമുക്ക്. പുഴ, തോട്, കായൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും ആൾക്കാർ. പക്ഷെ ഇതൊന്നും നമ്മുടെ ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യപ്പെട്ടതാണ്. അത് മനോഹരമായിരുന്നു, അന്നത്തെ വായു ശുദ്ധമായിരുന്നു, ആ മട്ടിൽ കുറേ കാര്യങ്ങൾ വരും. അന്നത്തെ വെള്ളം നമുക്കിങ്ങനെ തെളിനീര് പോലെ കുടിക്കാമായിരുന്നു എന്നൊക്കെ മട്ടിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മൾ ആ കാലത്ത് നിൽക്കുമ്പോൾ നമ്മൾ കണ്ടത് ചിലപ്പോൾ ചെളിവെള്ളമായിരിക്കും. എൻ്റെ മെമ്മറിയിലൊക്കെ ചെളിവെള്ളങ്ങളാണ് ഉള്ളത്. അതിനെ ശുദ്ധീകരിക്കാനുള്ള മറ്റ് സംവിധാനങ്ങൾ വന്നപ്പോഴാണ്, അല്ലെങ്കിൽ കുടിവെള്ളം എത്തിക്കാനുള്ള മറ്റ് സംവിധാനം വന്നപ്പോഴാണ് കുടിക്കാവുന്ന വെള്ളം തന്നെ ആയത്. അപ്പം എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ വളരെ ദൂരെ നിന്നൊക്കെ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് താഴത്തേക്ക് വരേണ്ട അവസ്ഥയ്ക്ക് എനിക്ക് ഓർമ്മയിലുണ്ട്. പക്ഷേ ഈ ആളുകൾ പറയുന്ന മെമ്മറിയിൽ ഇതൊന്നും അല്ല ഉണ്ടാവും. എല്ലാം ശുദ്ധിയുടെ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ശുദ്ധി എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് വരുന്നു എന്നുള്ള വേറെ ചോദ്യം വരും. ഇതൊന്നും അത്ര നിഷ്കളങ്കമായ കാര്യങ്ങളും അല്ല. പലസ്തീൻ ഇസ്രായേൽ സംഘർഷം, ആ പലസ്തീൻ പ്രദേശത്ത് ഈ ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് പലസ്തീനികളുടെ രചന മലയാളത്തിലേക്ക് വലിയ തോതിൽ സച്ചിദാനന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് പലസ്തീൻ ഇസ്രായേൽ സംഘർഷം അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു ഡിവിഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ, ഒരു വാദം പോലും ഉണ്ട്. ഇവിടെ ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി മറ്റ് ആളുകളും തമ്മിലുള്ള ഒരു ഡിവിഷൻ ഉണ്ട്. അത് പലസ്തീൻ ഇസ്രായേൽ വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു യുക്തി പ്രചരിക്കുന്ന സാഹചര്യമാണ്. ഈ കാലത്തുണ്ടാകുന്ന രാഷ്ട്രീയത്തെയും സിനിമയും സാഹിത്യത്തെയും ഒക്കെ ഏതൊരു വൈരുദ്ധ്യത്തിൽ നിന്നുമാണ് നമുക്ക് നോക്കിയാണ്. ഇതിനകത്ത് ഇപ്പം പലസ്തീൻ്റെ വിഷയമൊക്കെ വരുന്ന സമയത്ത് ഈ പ്രധാനമായിട്ടും ആളുകൾ കുറച്ചും കൂടി ഇതിനെങ്ങനെ, ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ട്രാൻസ്ലേഷൻ വഴിയൊക്കെയാണ് ഇവിടുത്തെ സാഹിത്യങ്ങളെ നമുക്ക് പരിചയപ്പെടുന്നത്. അപ്പം ഞാനിതിൽ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുഭവത്തിൻ്റെ ഒരു വലിയ അന്തരമുണ്ട്. നമ്മളും യുദ്ധത്തെ നേരിട്ട് ഇപ്പം അത് ഫസ്റ്റ് വേൾഡ് വാർസിൻ്റെ അനുഭവങ്ങൾ മുതൽ അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് നമുക്ക് ഈ കാലത്തെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പലസ്തീനിലെ ഒരു കവി, അദ്ദേഹം തകർന്ന ഒരു കെട്ടിടത്തിനിടയിൽ ഒരു മരം കാണുന്നു. കെട്ടിടമൊക്കെ തകർന്നിട്ട് കോൺക്രീറ്റ് എല്ലാം പാറിയിട്ട് ആ മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ അയാൾ എഴുതുകയാണ് കവിതയിൽ കോൺക്രീറ്റ് മരം എന്ന് കവിതയിൽ എഴുതുമ്പോൾ ഇവിടെ ഇരുന്ന് വായിക്കുന്ന നമ്മളത് എങ്ങനെയാണ് കാണുക? നമുക്കത് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ഒരു മരം എന്നേ നമുക്ക് തോന്നുള്ളൂ. അദ്ദേഹം കണ്ട കാഴ്ച ചിലപ്പം അതൊരു മരത്തിൻ്റെ മുകളിൽ തകർന്ന കോൺക്രീറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അന്തരം ഇത്തരം അനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിലൊക്കെ നമുക്ക് വരാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ, ഇപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഇസ്രായേലുള്ള എഴുത്തുകാരെല്ലാം ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളാണെന്ന് എന്ന മറ്റുള്ളൊരു ധാരണ കൂടിയും പ്രചരിപ്പിക്കും. അത്തരം പ്രചാരം കൂടി ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ ആവണമെന്നില്ല. കാരണം ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ എഴുത്തുകാരും സംഘപരിവാർ അനുകൂലികളാണെന്ന് കരുതുന്ന പോലൊരു കരുതലാണിതും. അപ്പം ഓരോ രാജ്യത്തും ആ രാജ്യത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ നിലപാടിനോട് വിമർശനം ഉന്നയിക്കുന്ന എഴുത്തുകാരുടെ ഭൂരിപക്ഷം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇസ്രായേലിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് വരുന്നൊരു വലിയൊരു കൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പലസ്തീനിൽ നിന്നുള്ള കവികളെ നമ്മൾ പരിഭാഷ ചെയ്യും. അപ്പോൾ ഇത് എത്രത്തോളം ഈ പറയുന്നതിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം വേറെയുണ്ട്. ഇവരെ മുൻനിർത്തിക്കൊണ്ടൊരു വാദങ്ങൾ ഉന്നയിക്കും. അപ്പോൾ ഇത് ഉന്നയിക്കുന്നത് പൊളിറ്റിക്കലായ വാദമാവണം എന്നില്ല. ഈ വേർതിരിക്കാനുള്ള ചില വാദങ്ങളിലേക്കാണ് ആളുകൾ എത്തിപ്പെടുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചും കൂടി സൂക്ഷ്മമായ ശ്രദ്ധ നമുക്കുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമുക്ക് വരുന്നതാണ്, നമ്മളൊരു ഇസ്രായേലിൽ നിന്നുള്ളൊരു സിനിമ IFFKയിൽ വരുന്നു എന്ന് കരുതാം. ചിലപ്പോൾ ആളുകൾ അതിനെതിരെ പ്രതിഷേധിച്ച് രംഗത്ത് വരും. ചിലപ്പോൾ ആ സംവിധായകൻ ചിലപ്പം ഇസ്രായേലി ഭരണകൂടത്തിനെതിരെയായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കൺഫ്ലിക്റ്റുകളുണ്ട്. നമ്മൾ വളരെ
ഡീപ്പായി കാര്യങ്ങളെ വിശകലനം ചെയ്യാതെ വളരെ പെരിഫറലായി സമീപിച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ചില പ്രയാസങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പലസ്തീൻ വിഷയത്തെ ഒരു 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 മാനുഷിക പ്രശ്നമായി അഡ്രസ്സ് ചെയ്യാറ് അതൊരു മുസ്ലിം പ്രശ്നമായി എന്ന രീതിയിൽ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനകത്ത് എല്ലാത്തിലും ഈ ലേബൽ ചെയ്യുന്ന പരിപാടി നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടത്. ഇതൊരു ബേസിക്കലി ഇതിൻ്റെ ഒരു കൃത്യ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ എല്ലാതരം പൊളിറ്റിക്സ് എടുത്തു കഴിയാം. ഇതിൻ്റെ മാനുഷികമായൊരു പ്രശ്നത്തെ, അതായത് ഒരു മാനുഷികം മാത്രമല്ല ഒരു ജീവിതത്തെ ബാധിക്കുന്നൊരു വിഷയം എന്ന മട്ടിൽ കാണുന്നതിന് പകരം ആളുകൾ ഇതിനകത്തിന് കാറ്റഗറൈസ് ചെയ്തിട്ട് പ്രത്യേക ലേബലിൽ കാണും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാലും അത് ബേസിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ വിഷയമല്ല. അതൊരു വളരെ ഇത്തരം വലിയ വയലൻസിന് കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിക്രമങ്ങൾ കാണിച്ചത് തന്നെയാണ്. പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റിയെടുത്തതോടുകൂടി കാണുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ വരും. അയാൾ തള്ളി പറയാൻ ആരും തയ്യാറാവില്ല, ആ വിഭാഗത്തിലുള്ള ആളും. ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വേടൻ്റെയൊക്കെ വിഷയത്തിലാണ്. വേടൻ്റെ വിഷയത്തിൽ വരുമ്പം നമ്മൾ വളരെ പൊളിറ്റിക്കലി കറക്റ്റായിരിക്കുക എന്ന് പറയുന്നതാണ് ഈ നടപ്പ് കാലത്തെ ഒരു കലയിലെയും സമൂഹത്തിലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മാർജിനലൈസ്ഡായി മാറുന്ന അവരുടെ വികാരങ്ങളെ മാനിക്കുക, അവരെ ആക്ഷേപിക്കാതിരിക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രധാന കൺസേൺ വരുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേടൻ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനലൈസ്ഡ് ആയിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള പൊളിറ്റിക്സാണ്. വേടൻ അതിക്രമം കാണിക്കുന്ന ഒരു വിഭാഗമാണ്, അതിക്രമം കാണിച്ച ഒരു വിഭാഗമുണ്ട്, സ്ത്രീകൾ. ഇതും സമൂഹത്തിൽ മാർജിനലൈസ്ഡ് ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരു കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാളെ ലേബൽ ചെയ്തിരിക്കുന്നതാണ്. ഇയാൾ ഇന്ന വിഭാഗത്തിന് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്ന, കല ചെയ്യുന്ന ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. അയാൾ ചെയ്ത അതിക്രമത്തെ ന്യായീകരിക്കാനും മുന്നോട്ട് വരുന്നു. ഇപ്പുറത്ത് എന്ത് ചെയ്യുക, മറ്റൊരു വിഭാഗം ആളുകൾക്ക് അത് അതിക്രമമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ മാനുഷികമായ പരിഗണന ഇല്ല എന്നുള്ളതാണ്. അപ്പം എൻ്റെ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനം, അതിനെ കവിഞ്ഞു നിൽക്കുന്ന ഒരു മാനസിക തലം പ്രധാനമല്ല എന്ന് നമ്മുടെ നാട്ടിലെ ദളിത് ബുദ്ധിജീവികളടക്കം കരുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ട് ഇവിടെ. അപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ അവർ കരുതുന്നു ഇങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുമ്പം ഒരു കുറ്റകൃത്യത്തെ മനസ്സിലാക്കുകയും ആ കുറ്റകൃത്യത്തിന് ഇരയായ ആളുകളെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതിന് പകരം ആ കുറ്റം ചെയ്ത ആളുടെ ലേബലും കുറ്റകൃത്യത്തിന് വിധേയമായ ആളുടെ ലേബലും എടുത്തുകൊണ്ട് പരസ്പരം പോരടിക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ കാണുന്നത്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പരസ്പരം ഏറ്റുമുട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? ഇപ്പോൾ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുന്നൊരു ഐഡിയ, അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. ഇത് രണ്ട് ചേരികളായി ചേർന്നൊരു പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഇത് മുന്നോട്ട് വയ്ക്കേണ്ട ആശയമില്ല. ഇതിനകത്ത് പല വൈരുദ്ധ്യങ്ങളുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനകത്ത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആവാനേ ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾക്കൊരു സമൂലമായ മാറ്റം നിങ്ങളുടെ ഉള്ളിൽ വരണം എന്നത് ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം മതി എന്നാണ് പറയുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിൽ തന്നെ പരസ്പരം നേരിടുകയാണ്, രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട്. ഈ ഒരു വൈരുദ്ധ്യത്തെ നമുക്ക് ഒരു കൾച്ചറലി നേരിടണം. കാരണം അത് ആർട്ടിൽ നേരിടേണ്ട ഒരു വിഷയമുണ്ട്, രണ്ട് സമൂഹത്തിൽ നമ്മൾ നേരിടേണ്ട ഒരു വിഷയമാണത്. കാരണം എൻ്റെ രാഷ്ട്രീയമാണ് മെച്ചപ്പെട്ട രാഷ്ട്രീയം എന്നാണ് ഈ പറയാതെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെക്കാൾ വലിയ വിഷയമാണ് വേടൻ ഉയർത്തുന്ന വിഷയമെന്നാണ്. സ്ത്രീകളുടെ പ്രശ്നമല്ല, അല്ലെങ്കിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ പ്രശ്നം, അതിക്രമം കാണിക്കുന്ന പ്രശ്നമല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പുറത്താണുള്ളത് എന്നാണ് മറ്റൊരു പറയുന്നത്. അപ്പോൾ ഇങ്ങനെയല്ലല്ലോ, എല്ലാ പ്രശ്നങ്ങളും വലുത് തന്നെയാണ്. അപ്പം ആ രീതിയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായൊരു കുറേ കൂടി കാര്യങ്ങളെ ഡീപ്പായി മനസ്സിലാക്കുകയും ആ രീതിയിലൊരു മാറ്റി നിർത്തേണ്ട ആളുകളെ മാറ്റി നിർത്താൻ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. കാരണം വ്യക്തികൾ കാണിക്കുന്ന അതിക്രമത്തെ ഒരു ആശയത്തിന് ആ രീതിയിൽ ആശയത്തെ ദുരുപയോഗം ചെയ്ത് കാണിരിക്കും. പക്ഷേ ആശയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആശയം റദ്ദാവുന്നില്ലല്ലോ. ആശയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വ്യക്തികളെ നമ്മൾ കൃത്യമായിട്ട് അക്കൗണ്ടബിൾ ആക്കാൻ നമ്മൾ മുതിരണം. അതിന് പകരം നമ്മൾ ആശയത്തെ വെച്ച് പരിചയമാക്കി കഴിയുമ്പം അവിടെ നമുക്കൊന്നും നടക്കുന്നില്ല. എന്താണോ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ കാര്യം വളരെ പ്രബലമായി നിൽക്കുകയും മാറ്റാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പരസ്പരം പോരടിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും.
മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരാൾ, അവർക്ക് വേണ്ടി വരികൾ എഴുതിയ ഒരാൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായി വന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ അവരെ നമുക്ക് റദ്ദാക്കാനും കഴിയില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൾച്ചറലി നമ്മൾ എങ്ങനെ ഒരു തീരുമാനം എടുക്കും? കൾച്ചറലി ഇത് നമ്മൾ വളരെ ഇൻഡിവിജ്വൽ ആളുകളുടെ ക്രൈമിനെ ആ ക്രൈമായി തന്നെ കണ്ടുകൊണ്ട് ആളുകളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പൂർണ്ണമായും ഇപ്പോൾ നെരൂദയുടെ കാര്യത്തിൽ നെരൂദ ഒരു പീഡകനാണ് എന്ന് നമുക്ക് അന്ന് ഇത്രയും ഇതില്ലെങ്കിൽ പോലും നമുക്ക് അന്നത് പറയാൻ സാധിക്കുമായിരുന്നു തോന്നുന്നുണ്ടോ? ഇത് കാലം മാറിയതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ കാണണം. ഇതിൻ്റെ ഒരു വലിയ കാര്യം, നമുക്ക് ഒരു കാലത്ത് ഇപ്പം നമ്മൾ ഇന്ന് കാണുമ്പം ഒരാൾക്കൊരു സോഷ്യൽ ക്യാപിറ്റൽ കൈവരുന്നു. ഇന്നത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അതൊരു കൾച്ചറൽ ക്യാപിറ്റലിൽ നിന്നായിരിക്കാം സോഷ്യൽ ക്യാപിറ്റൽ ആവുന്നത്. അപ്പം അതിനർത്ഥം അയാൾക്കൊരു പ്രത്യേക അധികാരമുണ്ട്. ഈ അധികാരത്തെ അയാൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ, വേടനാവാം, ഇപ്പം നമ്മൾ മീറ്റു അലിഗേഷൻ കേട്ട ഏതൊരാളായിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം നമ്മൾ അതിൻ്റെ ഒരു കാര്യം കൃത്യമായി നോക്കിക്കഴിയുമ്പം ഇവർക്ക് കിട്ടിയിരിക്കുന്ന സോഷ്യൽ ക്യാപിറ്റൽ വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ ക്യാപിറ്റൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അത് നമ്മുടെ ഒരു സൊസൈറ്റി കൊടുത്ത സോഷ്യൽ ക്യാപിറ്റലാണ് അവർക്ക്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊരു സോഷ്യൽ ക്യാപിറ്റൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരു സമൂഹം കൊടുത്ത സോഷ്യൽ ക്യാപിറ്റലാണ്. അതാണ് അയാളുടെ അധികാരവും ആ അധികാരം വെച്ചാണ് അയാൾ അതിക്രമം കാണിച്ചിട്ടുള്ളത്. വേടനും അയാൾക്കും കിട്ടിയിരിക്കുന്ന സോഷ്യൽ ക്യാപിറ്റലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുവകവി ഇതേപോലെ ഒരു മീറ്റു കേസിൽ പെട്ടിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഓഡിയോ ഒക്കെ ഞാൻ കേട്ടു. വളരെ ഷോക്കിംഗ് ആണ്. ഇദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ സെക്ഷലി ഹറാസ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് ശേഷം ഇയാൾ വിളിച്ച് പറയുന്നത്, നിന്നെ എനിക്ക് അവിടെ നിന്ന് എന്തും ചെയ്യാമായിരുന്നു, ഞാൻ അത്രയല്ലേ ചെയ്തുള്ളൂ, വെറുതെ വിട്ടില്ലേന്ന് മട്ടിൽ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നൊരു രോഷമുണ്ടല്ലോ. അപ്പം നമുക്ക് ഏതൊരാൾക്കും അത് ഉണ്ടാകുന്നൊരു രോഷമുണ്ട്. അപ്പോൾ ഈ രോഷം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ കവിയെ എസ്റ്റാബ്ലിഷ് ആവാനും ഇത്തരത്തിലൊരു സംഘാടക പദവിയിലേക്ക് എത്താനും സഹായിച്ചത് നമ്മളെല്ലാവരും കൂടി ചേർന്നാണ്. അപ്പം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ചെയ്യാവുന്ന അടുത്ത പ്രവർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പദവികളിലും ഇത്തരം സ്ഥാനമാനങ്ങളിലും ഇയാൾ ഇനി വരാൻ പാടില്ല. അയാളുടെ കല ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളത് വേറെ വിഷയം, അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അധികാരം പ്രയോഗിക്കാവുന്ന ഇടങ്ങളിൽ നിന്ന് അയാളെ മാറ്റി നിർത്തുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. 2, ഇത് അയാൾ തിരുത്താൻ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളത് ഒരു സൊസൈറ്റി എന്ന രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അതിനകത്തൊരു സൊല്യൂഷനുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യം നടക്കുന്നില്ല. അപ്പം ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ ഇദ്ദേഹത്തിനെതിരെയും മറ്റു ചിലർക്കെതിരെയും പറയുന്ന അലിഗേഷനിൽ മീറ്റു ആരോപിച്ചതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിലും എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ എൻ്റെ പുസ്തകം സാഹിത്യ അക്കാദമി അവാർഡിൽ വന്നപ്പം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരാളായിരുന്നു ആദ്യത്തെ ജൂറിയിൽ മെമ്പർ. ഇദ്ദേഹം മനഃപൂർവ്വം ആ പുസ്തകത്തിന് ബാക്കി 2 പേരും എയും സിയും ഗൈഡ് കൊടുത്ത പുസ്തകമാണ്. ഒരാൾ കൊണ്ടുപോയിട്ട് ആണെന്ന് തോന്നുന്നു, ഇയിലേക്ക് ഇട്ടു. അപ്പം ഈ ഇട്ട ആൾ വളരെ വിചിത്രമാണ് കേട്ടോ. ഇദ്ദേഹം എന്നോട് വളരെ സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ കവിതയെപ്പറ്റി നല്ലത് പറഞ്ഞ ആളാണ്. ഞങ്ങൾ പരിഭാഷയെപ്പറ്റി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നത്. രാത്രിയൊക്കെ അദ്ദേഹം ചെയ്ത പരിഭാഷയൊക്കെ അയച്ചു തരും, എന്നിട്ടൊക്കെ സംസാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായി മാറ്റം എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. ഇദ്ദേഹമാണോ ഈ മാർക്ക് ഇട്ടതെന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. വൈകി അറിയുന്ന ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു അവാർഡ് കിട്ടിയ സമയത്ത് ആ അവാർഡ് ജൂറിയെ, എന്നെ അറിയിക്കുന്നതിന് മുന്നേ അവാർഡ് ജൂറിയെ വിളിച്ചിട്ട് ഇവനൊന്നും കൊടുക്കാൻ പാടില്ല, ഇവൻ മറ്റിവർക്കെതിരെ മീറ്റു അലിഗേഷൻ വന്ന സമയത്ത് ആരോപിച്ച ആളുകളുടെ കൂടെ നിന്നു, അങ്ങനത്തെ ആളെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ ചെയ്ത എന്തോ ഒരു കുറ്റകൃത്യമാണെന്ന്. അതെങ്ങനെ കുറ്റകൃത്യമാണെന്ന് എനിക്കറിയില്ല. കാരണം അതൊരു നീതിയുടെയും വ്യക്തിബന്ധങ്ങളുടെയും പ്രശ്നമാണ്. അപ്പം നീതിയും വ്യക്തിബന്ധവും വരുന്ന സമയത്ത് നമ്മൾ നീതിയുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ് നമുക്ക് എടുക്കാവുന്ന ഒരു ബെറ്റർ ചോയ്സ് എന്ന് ഞാൻ കരുതുന്നത്. മറ്റു പലർക്കും ചില വ്യക്തിബന്ധങ്ങളായിരിക്കും പ്രധാനം. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ചോയ്സ് അത് നീതിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇദ്ദേഹം വേറൊരാളെ വിളിച്ച് പറയുകയാണ് അത് കൊടുക്കാൻ പറ്റില്ല, അത് ഈ പുരസ്കാരമല്ല വേറൊരു പുരസ്കാരത്തിൽ. കാരണം എനിക്ക് വോയിസ് ഉണ്ടാവാൻ പാടില്ല. എനിക്ക് ആക്ച്വലി അങ്ങനത്തെ വോയിസ് വേണം അങ്ങനെ നിർബന്ധമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇങ്ങനെ ശ്രമങ്ങളുണ്ടായിട്ട് അടുത്ത വർഷം ഇതേ അവാർഡിൽ എൻ്റെ പുസ്തകം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പം ഈ ആരോപണ വിധേയനാണ് അവിടെ ജൂറി. ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു വൈരുദ്ധ്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ബാക്കി നമുക്കുണ്ടാകുന്ന പേഴ്സണൽ നഷ്ടം, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പേഴ്സണൽ നഷ്ടം എന്ന രീതിയിൽ കാണേണ്ട കാര്യങ്ങളും അല്ല. അത് നമ്മളൊരു
പൊതുവായൊരു വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. കാരണം അങ്ങനെ വ്യക്തിപരമായ വൈരാഗ്യം ഉണ്ടാവേണ്ട ഒന്നും ഈ ആളുകൾ തമ്മിൽ ഞാനും ഈ ആളുകളും തമ്മിലില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയുണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുമ്പം ഒരു കൾച്ചറൽ സ്പേസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പം ദിലീപിൻ്റെ വിഷയത്തിൽ സിനിമ മേഖലയിലുള്ള ആളുകൾക്കെല്ലാം, കാരണം ഇതിൻ്റെ ഒരു അവസ്ഥയുണ്ട്. ഇത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ. കാരണം ഒരു ആരോപണ വിധേയനായി എന്ന് പറയുമ്പം അയാളെ പവർലെസ് ആക്കുക എന്ന് പറയുന്നതാണ് സൊസൈറ്റി ചെയ്യേണ്ട ഒരു അടുത്ത കാര്യം. അയാളുടെ അധികാരത്തിനെ ദുരുപയോഗം ചെയ്തുവെങ്കിൽ അയാളെ പവർലെസ് ആക്കണം. പിന്നെ അയാൾ ഇത്തരത്തിൽ ദുരുപയോഗത്തിന് മുതിരാത്ത ഒരാളാണെന്ന് വരുന്ന സമയത്ത് മാത്രമേ അയാൾക്ക് അടുത്ത സ്പേസിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു കൾച്ചറൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ നമ്മൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളൊരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു സാഹിത്യത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകണം. പ്രത്യേകിച്ച് പുരുഷന്മാരായിരിക്കുമ്പോൾ അത് വേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അപ്പം നമുക്ക് വ്യക്തിപരമായി നമുക്ക് പല ആളുകളും പല ബന്ധങ്ങളും എല്ലാം കാണാം. പക്ഷേ ഇതൊന്നും നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക അധികാരത്തിൻ്റെ പുറത്ത് നടക്കുന്നതാണ്. അപ്പം നിങ്ങളോട് നോ പറയാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് നിങ്ങൾ ഒരിക്കലും കൺസെൻറ്റ് ചോദിക്കാൻ പാടില്ല. അതതിൻ്റെ ബേസിക് കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഇൻറ്റൻഷനോടെ നിങ്ങളെ ഒരാളെ സമീപിക്കുമ്പം നിങ്ങളതിൽ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തണം. പ്രത്യേകിച്ച് പൊളിറ്റിക്സിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം അധികാര കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ മറ്റാളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി അവരുടെ അതിക്രമം കാണിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം മനുഷ്യർക്ക് കിട്ടേണ്ട അവർക്ക് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എന്തൊക്കെ ക്യാപിറ്റൽ ഉണ്ടോ അതെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ്. ഞാനൊരു സൊസൈറ്റിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഒരാൾക്കെതിരെ ഇങ്ങനെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ കൃത്യമായി എന്തെങ്കിലും ഉണ്ടെന്ന് തെളിയുന്ന മാത്രം തെളിയാൻ മീൻസ് ലീഗലി തെളിയണമെന്നുമില്ല. അത് ലീഗലി തെളിയിക്കുക എന്ന് പറയുന്നത് കുറച്ച് കടമ്പ കടന്നു പോകേണ്ട പരിപാടിയാണ്. പക്ഷേ നമുക്കൊരു ബോധ്യം വരുമല്ലോ ഇങ്ങനെ ഇൻസിഡൻറ്റുകളുണ്ട്, നമുക്കത് ഇത് ശരിയാണ് എന്ന് തോന്നിക്കഴിയുമ്പം മറ്റൊരവസരം അയാൾക്ക് കൊടുക്കാതിരിക്കുക. അയാളുടെ കല ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ അയാളുടെ കല ആരും വായിക്കരുതെന്നോ അല്ല, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന വർക്കുകൾ ആർക്കും ആക്സെപ്റ്റബിൾ ആവരുതെന്നോ അല്ലെങ്കിൽ അത് നിരോധിക്കണോ എന്നൊന്നല്ല പറയുന്നത്. അത് അയാളുടെ ചോയ്സാണ്. പക്ഷേ ആ വർക്കിൻ്റെ പേരിൽ അടുത്തൊരു പ്രിവിലേജിലേക്ക് അയാളെ കൊണ്ടുപോകാതിരിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ അലിഗേഷൻ എന്ന് പറയുന്ന ഈ എലമെൻറ്റ് മാറ്റി നിർത്തുകയാണെങ്കിൽ, ഇപ്പോൾ വേടൻ്റെ വിഷയം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠന വിഷയമാക്കിയിട്ടുണ്ട്. വേടൻ്റെ പാട്ട്, വേടൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീനെ പ്രതിനിധീകരിക്കുന്ന ഒരു പാട്ടാണത്. ആ പാട്ടിൻ്റെ മെറിറ്റിനെയാണോ നമ്മൾ എടുക്കുന്നത്, അതോ വേടൻ്റെ ഈ പറയുന്ന അലിഗേഷനെ നമുക്കപ്പോൾ അവിടെ റദ്ദ് ചെയ്തൂടെ? ഒരു സൊസൈറ്റി എന്ന രീതിയിൽ നമ്മളൊരു ആർട്ടിസ്റ്റ്, ആ ഒരു ആർട്ടിസ്റ്റ് നിന്ന് മാറ്റി നിർത്തി കാണുന്നൊരു സൊസൈറ്റി അല്ല നമ്മുടേത്. വലിയ സ്റ്റാർഡം ഒക്കെ സിനിമ മേഖലയിലുണ്ട്. എഴുത്തുകാർക്ക് പോലും ഈ സ്റ്റാർഡം ഉണ്ട്. നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന എഴുത്തുകാരെയാണ്, നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന സിനിമാക്കാരെയാണ്, നമ്മൾ ആർട്ടിസ്റ്റുകളെയാണ് ബ്രാൻഡ് ചെയ്യുന്നത്. ആർട്ട് വർക്കിനെ നമ്മൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു കൾച്ചറൽ സ്പേസിൽ നമുക്ക് ആർട്ടിസ്റ്റിൽ നിന്ന് വേർതിരുത്തി കാണണമെന്ന് ഒരു സ്പെസിഫിക് എലമെൻറ്റ് മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം വിലയിരുത്താൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ ഒരാളുടെ കവിതയേക്കാൾ കൂടുതൽ ആ കവി എന്ന രീതിയിലാണ് അവർ അറിയപ്പെടുന്നത്. ഒരു വർക്കിൻ്റെ മേലിൽ അറിയപ്പെടുന്ന ആൾക്കാരില്ല, വളരെയേറെ ഇല്ല എന്ന പേരിലാണ്. അതെ, ഇന്ന കവിയുടെ കവിത ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ വേടൻ്റെ പാട്ടെന്നാണ് പറയുന്നത്. അത് ഏത് പാട്ടാണെന്ന് നമുക്കറിയാമെന്ന് വെച്ചാൽ ഇല്ല. അല്ലെങ്കിൽ ഇന്ന പാട്ട് ഉൾപ്പെടുത്തിയത് എഴുതിയത് വേടനാണ് എന്നല്ല പറയുന്നത്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ശരിക്കും ഈ പറഞ്ഞ വേർപെടുത്തൽ നമുക്ക് ആർഗ്യുമെൻ്റായി പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഓതറല്ല പ്രധാനം, അവരുടെ വർക്കാണെന്നൊക്കെ പറയാമെന്നുള്ളൂ. പക്ഷേ അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നത് ഓതറിനെയാണ്. ഇപ്പോൾ നിരൂതയ്ക്ക് ഈ പ്രശ്നമില്ല. നിരൂതയുടെ കവിത ഉൾപ്പെടുത്തിയതുകൊണ്ട് നിരൂതയ്ക്ക് ഇനിയൊരു വ്യക്തിപരമായി അയാൾക്ക് വേറൊരു അതിക്രമം കാണിക്കാനുള്ള സാഹചര്യമില്ല. അതുപോലെയല്ല ജീവിച്ചിരിക്കുന്ന ഒരാളുടെ